എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. കുറേ യാദൃച്ഛികതകളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മാനുവലിക്സ് കോളേജിൽ ഞാൻ MCOM പഠിക്കുമ്പോൾ 2 വർഷവും എനിക്ക് ബെസ്റ്റ് ആക്ടർ നിർണയിച്ച ആ സമിതിയുടെ ജൂറി അധ്യക്ഷൻ ജോർജ് ഓടക്കൂർ സാറായിരുന്നു. അപ്പോൾ ഗുരുസ്ഥാനത്തുള്ള ജോർജ് ഓടക്കൂർ സാറിൻ്റെ നിന്ന് തന്നെ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഏറ്റവും വലിയ ഒരു ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഫിലിം ക്രിറ്റിക്സുമായി വളരെ നാളത്തെ ബന്ധം എനിക്കുണ്ട്. 48 വർഷത്തെ സുദീർഘമായ ഒരു സേവന പാരമ്പര്യമുള്ള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ ആദ്യകാലത്ത് 2 അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച സഹകരണമുള്ള 2 അവാർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സ്ക്യൂസ് മീ എന്നുള്ള മുഖചിത്രത്തിന് മികച്ച സഹകരണമുള്ള അവാർഡ് എനിക്ക് തന്നിരുന്നു ഫിലിം ക്രിറ്റിക്സ്. മാലയോഗം എന്ന ചിത്രത്തിന് എനിക്ക് സഹകരണമുള്ള അവാർഡ് ലഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഒരു അവാർഡ് ലഭിക്കുന്നത്. റൂബി ജൂബിലി അവാർഡ് എന്ന് പറയുമ്പോൾ ഇതിന് ഞാൻ എത്രത്തോളം അർഹനാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വളരെ പ്രസ്റ്റീജിയസ് അവാർഡാണെന്ന് ഓണക്കൂർ സാർ പറഞ്ഞു. ഇവിടെ ഫിലിം ക്രിറ്റിക്സിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തേക്കിൻകാട് ജോസഫ് സാറ്, ശ്രീ മണ്ണാറക്കയം ദേവി, അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹത്തിന്റെ കണ്ണത്തെ ശ്രീ വട്ടപ്പാറ രാമചന്ദ്രൻ, ശ്രീ ബാലൻ തിരുമല, അങ്ങനെ ഒരുപാട് പേര് അവരുടെയൊക്കെ കഠിനാധ്വാനം ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ബാല ജോസഫ് മാത്യു സാറ്, ശ്രീ വിജയകൃഷ്ണൻ, ഇവരുടെയൊക്കെ കഠിനമായ അധ്വാനം. കാരണം ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം സജീവമായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ ക്രിറ്റിക്സിന്റെ ആ ഒരു പ്രസക്തി പ്രാധാന്യവും വളരെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിൽ മാസം തോറുമുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഓണക്കൂർ സാറിന്റെ വിദ്യാർത്ഥി ഞാൻ, എന്റെ വിദ്യാർത്ഥി ദേവസ്വം ബോർഡ് മുരളി എന്ന് പറയുന്ന കോട്ടയ്ക്കകം മുരളി എന്റെ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി സജീവമായ ചർച്ചകളിൽ എല്ലാം പങ്കെടുത്ത് അതിന്റെ വിവരങ്ങളൊക്കെ എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന സിനിമയെ കുറിച്ച് ചർച്ച ചെയ്തു. അതിൽ സാറിന്റെ അഭിനയത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ചില ദിവസം വന്ന് പറയും സാറിന്റെ അഭിനയത്തെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ചർച്ചകളിൽ അഭിപ്രായം ഉയർന്നു വന്നത്. ഞാനത് വിഷമിക്കുന്നില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ജി ശങ്കരപിള്ള സാറിന്റെ സംവിധാനത്തിൽ CN ശ്രീകണ്ഠൻ നായർ സാറിന്റെ സാകേതം നാടകത്തിലെ ലക്ഷ്മണന്റെ റോൾ അതിഗംഭീരമായി അവതരിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ S ജയചന്ദ്രൻ നായർ സാറിന്റെ റിവ്യൂ വന്നത് ജ്യേഷ്ഠനെ കാട്ടിൽ, അന്ന് ഞാൻ ലക്ഷ്മണന്റെ വേഷമാണ് ചെയ്തത്, സാകേതം രാമായണത്തെ ബേസ് ചെയ്താലും ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയക്കുന്നതിൽ കുപിതനായി വരുന്ന ജഗദീഷ് കുമാറിന്റെ ലക്ഷ്മണൻ മടല് മൂരി വരുന്ന തമിഴ് 2 നായകന്മാരെ അനുസ്മരിപ്പിച്ചു എന്നാണ് ജയചന്ദ്രൻ നായർ സാർ അന്ന് റിവ്യൂ എഴുതിയത്. അപ്പോ ഈ ക്രിറ്റിസിസം എന്റെ വളർച്ചയെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഈ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ ആ ചർച്ചകളിലൊക്കെ തന്നെ നല്ലതാണെന്നും മോശപ്പെട്ടാണെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ അതുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത്രയും വർഷം പ്രതികൂല സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അസോസിയേഷൻ 48 വർഷങ്ങൾ ശ്രീ ചന്ദ്രശേഖരൻ സെക്രട്ടറി, അദ്ദേഹമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരി എന്നോട് MG കോളേജിൽ അധ്യാപികയായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങളുള്ള ആൾക്കാരുടെ ഒരു അസോസിയേഷനാണ് ഈ അസോസിയേഷൻ. ഈ പ്രതികൂല സാഹചര്യത്തിൽ, കാരണം വിഷ്വൽ മീഡിയ വളരെ സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ ആ കോമ്പറ്റീഷനെ ഒക്കെ അതിജീവിച്ച് ഇന്നും മുടങ്ങാതെ അവാർഡുകൾ നൽകുന്നു എന്ന് പറയുമ്പോൾ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ, അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ കയ്യടി ഞങ്ങൾ നൽകുക. കാരണം പ്രത്യേകിച്ച് ഒരു ലാഭേച്ഛയുമില്ലാതെ സിനിമ എന്ന മാധ്യമത്തോടുള്ള സ്നേഹം, അതിനോടുള്ള ബഹുമാനം, ആദരവ് ഒന്നുകൊണ്ട് മാത്രം ഒരു മുടക്കവുമില്ലാതെ ഒരുപാട് പേരുടെ അധ്വാനം. കാരണം ഇവരൊക്കെ തന്നെ ജീവിതത്തിന്റെ വേറെ മേഖലകളിൽ ജോലി നോക്കുന്ന ആൾക്കാരാണ്. അതിനിടയ്ക്കാണ് ഇവർ സമയം കണ്ടെത്തുന്നത്. ഓണക്കൂർ സാർ സാഹിത്യകാരനാണ്, കോളേജ് അധ്യാപകനാണ്. ആ രീതിയിലൊക്കെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഇതിനു വേണ്ടി സമയം കണ്ടെത്തില്ല. അങ്ങനെ തേക്കിൻകാട് ജോസഫ് സാർ, അതേപോലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരെല്ലാം തന്നെ ഔദ്യോഗിക ചുമതലകൾ നിരവധി ചെയ്യാനുള്ളപ്പോൾ അതിനിടയിൽ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച്
ഒരു വരുമാനവും ഒന്നും മോഹിക്കാതെ ഇതിനുവേണ്ടി നിലകൊള്ളുമ്പോൾ ഇതിന്റെ ഒരു സിൻസിയറിറ്റി, ഇതിന്റെ പ്രവർത്തകരുടെ ആത്മാർത്ഥത, അതിന്റെ ഒരു ആത്മസമർപ്പണം, അതിന്റെ പ്രതിബദ്ധത എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ അവാർഡിനെ എന്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഇത് കൂടുതൽ പ്രതിബദ്ധതയോടെ ആത്മാർത്ഥതയോടെ മുന്നേറാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു അവാർഡാണ്. അടുത്ത വളരെ എന്താ പറയാ, ഞാൻ സാഹിത്യത്തിലും ഓണക്കൂർ സാർ എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് തന്ന നാടകങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവം ഉള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നാടകങ്ങൾക്കാണ്. പക്ഷെ അതിനുശേഷം സിനിമയിൽ വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു കമേഡിയൻ എന്ന രീതിയിൽ, ഹാസ്യനടൻ എന്ന രീതിയിൽ സ്റ്റാമ്പ് ചെയ്യപ്പെട്ടു ആദ്യകാലത്ത്. പിന്നീട് ആ ഹാസ്യനടനുള്ള ഇമേജ് തന്നെ ഹരിഹർ നഗറിലൂടെ നായക വേഷം 10-40 ചിത്രങ്ങളിൽ നായകനാകാനുള്ള ഭാഗ്യം എനിക്ക് തന്നത് ഈ കോമഡി വേഷങ്ങളിലൂടെയാണ്. അതിനുശേഷം അടുത്ത കാലത്ത് മാത്രമാണ് ഒരു ട്രാൻസിഷൻ, ഒരു ക്യാരക്ടർ ആക്ടർ എന്ന നിലയ്ക്ക് ലീല, റോഷാക്ക് തുടങ്ങിയുള്ള നാളിതുവരെ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളിലെല്ലാം തന്നെ ഒരു സ്വഭാവ നടൻ എന്ന രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സംവിധായകരോടും നിർമ്മാതാക്കളോടും തിരക്കഥാകൃത്തുക്കളോടുമുള്ള എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ ട്രാൻസിഷനിൽ എന്റെ കൂടെ നിന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്നെ വിമർശിച്ചും അഭിനന്ദിച്ചും എന്റെ കൂടെ നിന്ന് പ്രേക്ഷകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓരോ അവാർഡും ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത്. ഇനിയും കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെ ആത്മസമർപ്പണം നടത്തി മലയാള സിനിമയിൽ വിവിധ വേഷങ്ങൾ, ആക്ടിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഷനാണ്. ഞാൻ റൈറ്റർ എന്ന് സൂചിപ്പിച്ചു, പക്ഷേ റൈറ്റർ എന്നതിൽ വലിയൊരു റൈറ്ററായിട്ട് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം സാഹിത്യകാരനല്ല. ഓണക്കൂർ സാറൊക്കെ സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, ഉൾക്കടൽ ഉൾപ്പെടെയുള്ള എന്റെ നീലാകാശം ഉൾപ്പെടെയുള്ള സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സാഹിത്യ അടിസ്ഥാനപരമായി അധ്യാപകനും സാഹിത്യകാരനാണ്. ഞാൻ ഒരു സാഹിത്യകാരനായി എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. റേഡിയോ നാടകങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, അതിൽ കവിഞ്ഞ് എന്നെ ഒരു സാഹിത്യകാരനായി കണ്ടിട്ടില്ല. എന്റെ പാഷൻ എന്ന് പറയുന്ന ആക്ടിങ് തന്നെയാണ്. ആ ആക്ടിങ്ങിൽ വൈവിധ്യമാർന്ന വേഷങ്ങൾ, അതിന് എന്റേതായിട്ടുള്ള രീതിയിൽ ആ വേഷങ്ങൾക്ക് ഒരു ചിറക് വെച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ആ എന്റെ ആഗ്രഹത്തിന് സാക്ഷാത്കാരം ഉണ്ടാകാൻ സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും നിർമ്മാതാക്കളുടെയും ഒക്കെ തന്നെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എനിക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളുടെ മുന്നിൽ പൂർണ്ണ ആത്മാർത്ഥതയോടെ പ്രതിബദ്ധതയോടെ നിങ്ങളുടെ മുന്നിൽ ആ വേഷങ്ങൾ അവതരിപ്പിക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം.